ഹായ് ഫ്രണ്ട്സ്, അമ്മ ഒരു സാറ്റവറേൻ്റെ പൂവാണ് ഉണ്ടാക്കിയത്. എല്ലാവരും കണ്ടവർ സപ്പോർട്ട് സബ്സ്ക്രൈബും ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, മോൻ ഏതായാലും ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അവനതിപ്പം പറയാനും ഏറെ ഇഷ്ടമാണ്. ഇതെന്ന് വെച്ചാൽ സാറ്റേൺ റിബണിൻ്റെ ഡബിൾ കളറിൻ്റെ ഫ്ലവറാണ്, റെഡ് ആൻഡ് പിങ്കിൻ്റെയാണ്. ഇത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ നീളം എത്രയെന്നൊന്നും പറഞ്ഞാൽ അറിഞ്ഞൂടെ. ഞാനൊരു നിശ്ചിത നീളത്തിലാണ് കട്ട് ചെയ്തിട്ടത്. നമുക്ക് വേണമെന്ന വലുപ്പത്തിലെടുക്കാൻ പറ്റും. ഇത് 2 പീസുകൾ ചേർത്ത് വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. പിങ്കിൻ്റെതും അതുപോലെ തന്നെ റെഡ് കളറും അതുപോലെ തന്നെ അതിനുള്ള ലീവ്സിനുള്ളതും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ആദ്യമേ ക്ലിയറാക്കി ഒട്ടിച്ച് മാറ്റി അങ്ങ് വെച്ചാൽ നമുക്ക് എല്ലാം കറക്റ്റ് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ റോസ് ഫ്ലവർ കെട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. റോസ് ഫ്ലവർ എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫ്ലവേഴ്സാണ്. ഇതിപ്പം ഡബിൾ കളർ തന്നെ. മുൻപേ ഞാൻ പിങ്ക് ആദ്യമേ പിന്നെ റെഡ് അതിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ആ 2 പീസുകൾ ചേർത്ത് വെച്ചിട്ട് വെറും ഓവൽ ഷേപ്പായിട്ട് കട്ട് ചെയ്ത് അത് ഈ സാറ്റേൺ റിബണിൻ്റെ ഏതും നമ്മൾ ലൈറ്റർ യൂസ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. വെറുതെ ചൂടൊന്ന് പിടിപ്പിച്ചാൽ മതി, കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ ഒന്ന് അകത്തോട്ട് വളഞ്ഞു കിട്ടും. നമുക്ക് വേണ്ടുന്നതും അതാണ്. അപ്പം മടങ്ങിയിരിക്കുന്ന ഒരു പെറ്റലാക്കി എടുക്കാൻ പറ്റും നമുക്കത്. ചെറുതായിട്ടൊന്ന് വളച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മളിത് ലീവ്സിന് വേണ്ടിയിട്ടാണ്. ലീവ്സെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ആ ഒരു തണ്ടിന് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ഓവൽ ഷേപ്പിന് കട്ട് ചെയ്തിങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഷേപ്പ് ആക്കിയതിൽ ഒരു 2 കട്ടിങ്സ് 3 കട്ടിങ്സോ നമ്മൾ ചെയ്തതിന് ശേഷം ലൈറ്റർ ഇട്ട് പെട്ടെന്ന് പിടിക്കുമ്പം ആ കറക്റ്റ് റോസ് ഫ്ലവറിൻ്റെ ആ ഒരു ലീവ്സിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കണ്ടല്ലേ. 1-2 കട്ടിങ്സ് ചെയ്ത് വെറുതെ ഒന്ന് അകത്തി വെച്ച് ഇതുപോലെ ഒരു പിടി പിടിച്ചാൽ മാത്രം മതി ആ ലൈറ്റർ ഇട്ട്. അപ്പം നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. ചെറുതായിട്ടൊക്കെ ചൂടെടുത്താൽ മാത്രം മതി. ഇപ്പം മറ്റുള്ള മറ്റുള്ളതിനേയും കഴിയും എനിക്ക് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ. അതിൽ ഈ ഗ്ലിറ്റേർഡ് എപ്പോഴും അത് നിലനിൽക്കുകയും ചെയ്യും. അപ്പം സാറ്റേൺ റിബൺ തന്നെയാണ് ഒരുപാട് ഇഷ്ടം. അപ്പം ഇത് കണ്ടില്ല, അതിൻ്റെ ഒരു ഞരമ്പിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് തിരിച്ച് ചരിച്ച് വെച്ചതിന് ശേഷം ചെറുതായിട്ട് ആ ഞരമ്പ് പിടിച്ച് വെച്ച് ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ അവിടെ നല്ല ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളൂ. ആ ഞരമ്പ് വീണ് കഴിഞ്ഞ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ 2 സൈഡും ചരിച്ച് വെച്ച് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് ആ ഞരമ്പിൻ്റെ ഒരു ലൈൻ 2 സൈഡിലും അതേപോലെ തന്നെ വീണെടുക്കുക. അപ്പോൾ ഒറിജിനലായിട്ടൊരു ലീവ്സിൻ്റെ ഒരു ഷേപ്പ് നമുക്കായി കിട്ടിക്കഴിഞ്ഞത് കണ്ടില്ലേ മനോഹരമായിട്ട്. ഇനി ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് കെട്ടുന്നത്. ഇതെന്ന് വെച്ചാലും കുറച്ച് ഉയർന്നിരിക്കത്തക്ക വിധത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് മടക്കി അതിൻ്റെ മുകളിൽ ഇതുപോലെ റെഡ് കളറിൽ എടുത്ത് ഉണ്ടല്ലോ ചെറിയൊരു പീസ് എടുത്ത് അത് ചുറ്റി നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചോ നല്ലപോലെ കെട്ടിയെടുക്കുന്നതാണ് കുറച്ചും കൂടി ഒരു പെർഫെക്റ്റായിട്ട്. എനിക്കതാണ് കുറച്ചും കൂടി ഒരു എളുപ്പമായിട്ട് തോന്നുന്നത്. ടൈറ്റായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് ആ കെട്ടിയെടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു എളുപ്പ രീതിയിലായിട്ട് തോന്നുന്നത്. വേണമെങ്കിൽ അത് ഒട്ടിച്ചൊട്ടി നമുക്ക് ചുറ്റിലും അത് B7000 അല്ലെങ്കിൽ നമ്മൾ ഫെവി ബോണ്ടോ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് വേണമെങ്കിൽ ഒട്ടിക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയം നമ്മളത് ഒന്ന് പിടിച്ച് വെക്കേണ്ടി ഒരു 2-3 മിനിറ്റ്, എന്നാൽ മാത്രമേ അത് ഒട്ടി വരത്തുള്ളൂ. ഇതാകുമ്പോൾ നമ്മൾ ചുറ്റി നല്ല ടൈറ്റായിട്ട് തന്നെ 1, 2, 3 വരിവിൽ നല്ല ചുറ്റി വരിഞ്ഞ് തന്നെ കെട്ടിയെടുക്കാം. 2 കെട്ടിയാൽ മാത്രമേ അത് ടൈറ്റായിട്ടിരിക്കത്തുള്ളൂ. നമ്മൾ ആ ഇറുക്കി പിടിക്കുന്ന കണ്ടില്ലേ, ആ ഒരു 2 വിരലിൽ ഓരോ ഇതളുകളും ഇറുക്കി പിടിച്ച് വേണം ഓരോ ഇതളായിട്ട് നമ്മൾ കെട്ടിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഓരോ ഇതൾ വെച്ച് നമുക്ക് ഒട്ടിച്ചും എടുക്കാം. ഇതെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലവറിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലീവ്സിന് വേണ്ടിയിട്ട് ആ ഒരു തണ്ട് നമ്മൾ ഇതുപോലെ ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇത് ചെറിയൊരു മൊട്ട്, 2 ഫ്ലവറും ഒരു മൊട്ടിന് വേണ്ടിയിട്ടും അതും സിമ്പിളാണ്. ഇത് ചെറിയൊരു ഫ്ലവറുമാണ്.
അതും സെയിം അതേ മെത്തേഡ് തന്നെയാണ്. മുകളിൽ ഒരു 3 പെറ്റലും അതുപോലെ തന്നെ പിങ്കിൻ്റെ 3 വെച്ച് ചെറിയൊരു ഫ്ലവറും ആക്കി, ഒരു വലിയ ഫ്ലവറും ആക്കി, ഒരു ബഡും നമ്മളൊരു മുട്ടും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്കത് കെട്ടി വരിഞ്ഞെടുക്കാം. കണ്ടില്ലേ? ഇനിയെന്ന് വെച്ചാൽ ആ ഫ്ലവേഴ്സുകൾ ഇതിപ്പം 2 ഷെയ്ഡാണ്, റെഡ് ആൻഡ് പിങ്കിൻ്റെയാണ്. മുട്ടിൽ നമുക്കങ്ങനെ അകത്ത് വെറും 2 പെറ്റൽ വെച്ച് അത് വെറുതെ വളഞ്ഞ് ചുറ്റി കെട്ടിയെടുത്തിരിക്കുകയാണ്. മനോഹരമായിട്ട് നമ്മൾ ലീവ്സും ഫ്ലവേഴ്സും ആക്കി എടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിലും. എങ്കിലോ ഈ സാറ്റേൺ റിബണിൻ്റെ ഒരു പ്രത്യേകതയാണ്, നല്ല ഗ്ലിറ്റർ, നല്ല തിളക്കത്തോടുകൂടി തന്നെ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. മനോഹരമായിട്ടുള്ള ഫ്ലവറാണ്.